എന്റെ അമ്മച്ചിയാ പോലീസ്. ഞാൻ കഞ്ചാവ് കച്ചവടം നടത്തിയേ. എടാ അതിനല്ല. ഓടാ പറ്റുമെങ്കിൽ എന്റെ ബാക്കി ഇരുന്ന് പ്രിയടാ. ഓടാ പുല്ലേ. അങ്ങ് സമ്മതിച്ചേ, ഞങ്ങൾ പോയിട്ട് വരാം. എങ്കിൽ നമുക്ക് പോവാം സാറേ. എങ്ങോട്ട്? അല്ല, എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പോഴല്ല അറസ്റ്റ് ചെയ്തു, പിന്നെ നാളെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച്. അല്ല സാറേ, ഇപ്പൊ അങ്ങ് അറസ്റ്റ് ചെയ്തോ? വെറുതെ എന്തിനാ നാളത്തേക്കാക്കുന്നേ? പിള്ളേ, അതായത് അമ്പിളിക്കുട്ടാ, നിന്നെ അങ്ങനെ അങ്ങ് അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്കൊരു ഇതൊക്കെ വേണ്ടേ? അതുകൊണ്ട് 10 പേരെ അറിയണം. അതിന് നിന്നെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കും. ഓടിച്ചിട്ടോ? ആ, എവിടെ വെച്ച്? നീ നാളെ കോടതിയിൽ കീഴടങ്ങാൻ വരണം. അപ്പൊ ഞങ്ങൾ കോടതിയിലിട്ട് ഓടിച്ചിട്ട് പിടിക്കും. എല്ലാ ആരോപണങ്ങളും അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ട് ഏറെ വിവാദമുണ്ടാക്കിയ പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രതിയുടെ പേര് PK അമ്പിളികുമാർ. പോലീസ് ക്വാർട്ടേഴ്സ് മോഷണ കേസിലെ പ്രതി അമ്പിളി ഇന്ന് കോടതിയിൽ കീഴടങ്ങുമെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസുകാരും മാധ്യമങ്ങളും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നീ ഇതെവിടെ പോയി കിടക്കുക? കോടതിയുടെ വെളിയിലുണ്ട് സാറേ. നീ കോടതിയുടെ അകത്തേക്ക് വാ. ഞാനിപ്പോ പോയിട്ട് വരട്ടോ. അണ്ണാ, പൊളിച്ചെടുക്കണേ. കോടതിയോ? അല്ല, ഡയലോഗേ. വക്കീലിന്റെ അടുത്ത് ഓർഡർ വെച്ചെന്നാ. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സകല തെളിവുകളുണ്ട്. ഞാനേതായാലും ഇവിടെ തന്നെ ഉണ്ട്. അവൻ എത്തിയിട്ടുണ്ട്. ഇതെങ്ങോട്ട് പോണത് അവൻ? ഈ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? യുവറാണ്. ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാത്തിനും ഉത്തരവാദി ഞാനാണ്. ഞാൻ കീഴടങ്ങുന്നു. എന്നെ അറസ്റ്റ് ചെയ്യണം യുവറാണ്. നീ ഇതെവിടെയാ? ഞാൻ കീഴടങ്ങി. എവിടെ? കോടതിയിൽ. ഏത് കോടതിയിൽ? ഇതേത് കോടതിയാ ചേട്ടാ? കുടുംബ കോടതി. കുടുംബ കോടതി? നിന്നോട് ആരാ കുടുംബ കോടതി പോയി കീഴടങ്ങാൻ പറഞ്ഞത്? നീ ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? മജിസ്ട്രേറ്റ് കോടതിയിൽ. അതെവിടെയാ? അത് നിന്റെ അപ്പം. നീ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടിപ്പുറത്തുള്ള ബിൽഡിങ്ങില്. അയ്യോട്ടാ, സോറി, കോടതി മാറിപ്പോയി. പിന്നെ കണ്ടു. പോട്ടെ നിങ്ങളെ. അണ്ണനിത് എന്തോന്ന് കാണിക്കണത്? എന്തോടാ സാറേ? ഒന്ന് മാറിക്കൊരു. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചില്ല. നേരം കുറിക മുറിക വന്ന് പിടിക്കണ പൂച്ച. ആ കുഴികളും പെരുകും കെണികളും തലയിലായ കഥ കുഴഞ്ഞു പറഞ്ഞ് അവനെ കോടതിക്കകത്ത് കാലുകുത്തിക്കല്ലേ. ശ്രീപത്മനാഭ രക്ഷിച്ചു.